തട്ടിപ്പും വെട്ടിപ്പും മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ശീലമാണെന്ന് ചിലരെങ്കിലും കളിയാക്കി പറയും. തട്ടിപ്പിനും വെട്ടിപ്പിനും ഇരയാകപ്പെടുന്നവരാണ് കൂടുതലെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരും നമ്മളുടെ ഇടയിൽ കുറവല്ല. കഴിഞ്ഞ ദിവസം എഡിസനെ പിടികൂടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി അധോലോക സാമ്രാജ്യം വരെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ, അധോലോക ഡോൺ ആയി വിലസുന്ന ആളുകൾ വരെ മലയാളികളുടെ കൂട്ടത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മൂവാറ്റുപുഴക്കാരൻ എഡിസനെ പിടികൂടിയപ്പോൾ ഇപ്പോൾ വരുന്നത് AV ടോമി, ഷൈനി ടോമി. രണ്ടുപേരും ചെയ്തത് മറ്റൊന്നുമല്ല. അവർ ആലപ്പുഴ രാമങ്കരി സ്വദേശികളായിരുന്നു. അവർ 2005 ഏകദേശം 2 ദശാബ്ദം മുമ്പ്, അതായത് 20 വർഷം മുമ്പ് ബംഗളൂരുവിലേക്ക് കുടിയേറുന്നു. അവിടെ രാമമൂർത്തി നഗറിൽ ഒരു ചെറിയ ചിട്ടി കമ്പനി തുടങ്ങും. ചിട്ടി കമ്പനി മലയാളി അസോസിയേഷന്റെ സഹായത്തോടു കൂടി ചെറിയ ചിട്ടി കമ്പനി, ചെറിയ തുക, എന്തെങ്കിലും സ്വർണം, കമ്മൽ അങ്ങനെയൊക്കെ പണയം വയ്ക്കുന്നവർക്ക് തുക കൊടുക്കുക, അങ്ങനെയൊക്കെ ഇവർ ടോമി കുടുംബം ഇങ്ങനെ അവിടെ പതിയെ വേരുറപ്പിച്ചു. എന്നിട്ട് പണം ഇടപാടുകളായി ആളുകൾ നിക്ഷേപിക്കുന്നതിന് പലിശ അടക്കം തിരിച്ചു കൊടുക്കുന്ന പരിപാടിയായി. ഇതിനൊന്നും സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. ടോമിയും ഷൈനിയും അങ്ങനെ ആളുകളുടെ കാശ് വസൂലാക്കിക്കൊണ്ടിരുന്നു. 20 വർഷം എന്ന് പറയുമ്പോൾ കുറേയധികം ആളുകൾക്ക് കാശൊക്കെ തിരികെ കൊടുത്തിട്ടും ഉണ്ടാകണം. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ബാങ്കിൽ പോയി, ഈ ചിട്ടി കമ്പനിയിൽ പോയി. ചിട്ടി കമ്പനിയുടെ പേരൊക്കെ ഗംഭീരമാണ്. A&A ചിട്ടി ആൻഡ് ഫിനാൻസ് എന്നാണ് അതിൻ്റെ പേര്. A to A എന്ന് കണക്കാക്കിയാൽ മതി. ഇവിടെ പോയിട്ട് കാശ് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഉടമസ്ഥരെ കാണാനില്ല. ഷൈനിയുമില്ല, ടോമിയുമില്ല. രണ്ടുപേരും മുങ്ങിയിരിക്കുന്നു. ഈ അപ്പൂപ്പന് പോയത് 70 ലക്ഷം രൂപയാണ്. ഈ അപ്പൂപ്പൻ നേരെ സ്റ്റേഷനിലെത്തി, രാമമൂർത്തി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പരാതി കൊടുത്തപ്പോൾ പോലീസ് വ്യാപകമായി അന്വേഷിച്ചു. ഇവര് വാഹനം വിറ്റു, വീട് വിറ്റു. ആര്? ഷൈനിയും ടോമിയും ചെയ്തത്. സ്വന്തം കാറ് അതെല്ലാം വിറ്റ് ഒഴിവാക്കി, വീട് വിറ്റ് ഒഴിവാക്കി. അതിനുശേഷമാണ് ഈ സ്ഥലത്ത് നിന്ന്, രാമമൂർത്തി നഗറിൽ നിന്ന് മുങ്ങിയിരിക്കുന്നത്. പോലീസ് തിരച്ചിൽ ആരംഭിച്ചു എന്ന വാർത്തകൾ വന്ന ഉടനെ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം വരെ മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 265 കേസുകളാണ്. അത് ഇനിയും കൂടാമെന്നാണ് പറയുന്നത്. അതായത് 205 ഇടപാടുകാർ ഇവർക്കെതിരെ പരാതി കൊടുത്തു. പോലീസ് കണക്കൊക്കെ പരിശോധിച്ചപ്പോൾ 1-2 രൂപയൊന്നുമല്ല, 100 കോടി രൂപയാണ് ഈ ദമ്പതികൾ മുക്കിയിരിക്കുന്നത്. 100 കോടി രൂപ. 100 കോടി രൂപയും കൊണ്ട് ഇവരെങ്ങോട്ടാണ് പോയത് എന്ന് കർണാടക പോലീസ് വ്യാപകമായി വല വിരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസൊക്കെ ഉടനെ പുറപ്പെടുവിക്കും എന്നാണ് കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ. ഇനി പോലീസ് സംഘം രാമങ്കരി, ഇവിടെ ആലപ്പുഴയുള്ളവരുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വന്ന് കാണുന്നുണ്ട്, ചോദ്യം ചെയ്യുമെന്നും അറിയുന്നു. ഇവർ പൈസ മുക്കിയത് എങ്ങനെയാണ്? ഇവർക്കെതിരെ ചീറ്റിങ്, അതുപോലെ തന്നെ സ്കാം, പണമിടപാട് സംബന്ധിച്ചുള്ള ചില കേസുകളും ഭാരതീയ നിയമ സംഹിതയിലെ പുതിയ വകുപ്പുകളും ചേർത്താണ് കർണാടക പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർ ചെറിയ ഇടപാടുകളിലൂടെ ആളുകളുടെ വിശ്വാസം ആർജിച്ച ശേഷം വൻ കാശ്, അതായത് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ആളുകളൊക്കെ മുഴുവൻ തുകയും ഇവരുടെ A&A എന്ന് പറയുന്ന ചിട്ടി സ്ഥാപനത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഈ കഴിഞ്ഞ 2 ദശാബ്ദങ്ങൾ കൊണ്ട് വളർന്നു. അതായത് 20 വർഷം കൊണ്ട് വളർന്നു. മലയാളി അസോസിയേഷനുകളുടെ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു. തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നുകൂടി കർണാടക പോലീസ് പറയുന്നുണ്ട്. കുറച്ചുപേരേ ഉള്ളൂ കന്നഡികൾ, അതായത് കർണാടകയിലെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഭൂരിഭാഗം പേരും മലയാളികളാണ് തട്ടിപ്പിന് ഇരയായത്. അതുകൊണ്ട് തന്നെ കാശുമായി മുങ്ങിയത്, ടോമിയും ഷൈനിയും മുങ്ങിയത് എങ്ങോട്ടാണ് എന്ന് അന്വേഷിക്കാൻ മലയാളികളും മുറവിളി കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കർണാടക പോലീസ് ആലപ്പുഴ ജില്ലയിൽ എത്താൻ പോകുന്നതും രാമങ്കരി സ്വദേശികളായ ഇവരെക്കുറിച്ച് അവരുടെ സ്വദേശത്ത് തന്നെ വന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ആലോചിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവർ കൊണ്ടുപോയ പൈസ എങ്ങനെ ആയിരിക്കും വിനിയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കൂടുതൽ കാശ് ഇവർ വിനിയോഗിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. സ്ഥലം വാങ്ങാനും വീടുകൾ വാങ്ങിക്കൂട്ടാനും അങ്ങനെയൊക്കെ ചിലതൊക്കെ ബിനാമി പേരുകളിലും ഇവർ സ്വന്തമാക്കിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഏതായാലും ഷൈനിയും ടോമിയും അധികനാൾ ഈ കോടികളുടെ പൊലിമയിൽ മുങ്ങി നടക്കാൻ കഴിയുകയില്ല. ഉടനെ തന്നെ പോലീസ് പിടികൂടുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്.